വെൽക്കം ബാക്ക് ടു ലേണിംഗ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 resistors 100 ohm, 200 ohm and 300 ohm are connected in series to a 250 volt supply. The current in the circuit is. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 3 റെസിസ്റ്റേഴ്സ്, ഒന്ന് 100 ohm, ഒന്ന് 200 ohm, 300 ohm സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ടു 250 വോൾട്ട് സപ്ലൈ. കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് I = V/R എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് I എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ആണ് അല്ലെ. V എന്ന് പറയുന്ന വോൾട്ടേജ്, R റെസിസ്റ്റൻസ്. വോൾട്ടേജ് 250 വോൾട്ട് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് പറഞ്ഞ 3 റെസിസ്റ്റൻസ് സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 300 + 200 + 100 that is 600. So 250/600 എത്രയാണ് വാല്യൂ എന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ 0.416 എന്ന് വരും, 4166 എന്ന് വരും. അപ്പൊ നമുക്ക് ഫ്രം ദ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. So answer A. Okay, 0.417 amperes. Next question, the resistance of a copper wire is R ohm. Okay, R ohm, capital R ആണ്. The wire is stretched with double length. Wire stretch ചെയ്തിട്ട് double length ആക്കി. അങ്ങനെയാണെങ്കിൽ അതിന്റെ പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ see here നമുക്കൊരു ഇക്വേഷൻ അറിയാം. R = ρL/A അല്ലെ. R = ρL/L. ക്യാപിറ്റൽ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, L എന്ന് പറയുന്നത് ലെങ്ത്തും അതേപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് അത് ഡബിൾ ലെങ്ത് ആയി കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ പുതിയ ലെങ്തിനെ നമുക്ക് L' എന്ന് പറയാം. അപ്പൊ L' എന്തായി? 2L ആയി അല്ലെ, ഡബിൾ ദ ലെങ്ത് ആയി. പുതിയ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് A' എന്ന് പറയാം. സി, നമ്മളിപ്പം ഈ വയർ സ്ട്രെച്ച് ചെയ്താലും അവിടെ ചേഞ്ച് വരാത്ത ഒരു കാര്യമുണ്ട്, വോളിയം. അപ്പൊ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ലെങ്ത്, A × L. അപ്പോ A × L ഉം A' × L' എന്നും പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. സ്ട്രെച്ച് ചെയ്താലും വോളിയത്തിൽ ചേഞ്ച് വരുന്നില്ല. വിച്ച് മീൻസ് AL = നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്മൾ L' എന്ന് പറയുന്നത് 2L ആണെന്ന് പറഞ്ഞു അല്ലെ. L' എന്ന് പറയുന്നത് 2L ആണ്. അപ്പൊ AL = നമുക്ക് എന്ത് എഴുതാം? AL = 2 × L × A' എന്ന് എഴുതാം. എങ്ങനെയാ അത് വന്നത്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് AL = A' L' നമ്മൾ പറഞ്ഞു. ഈ L' പകരം 2L കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? A' = A/2 എന്ന് കിട്ടും. അതായത് പുതിയ ക്രോസ് സെക്ഷണൽ ഏരിയ A' = A/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പുതിയ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R new എന്ന് പറയുന്നത് ρ × L'/A' ആണ് അല്ലെ. അപ്പോ L' എന്ന് പറയുന്നത് 2L ആണ്, A' എന്ന് പറയുന്നത് A/2 ആണ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ R new = ഈ 2 എന്ന് പറയുന്ന മുകളിലേക്ക് വരും. അപ്പോൾ 4ρL/A എന്ന് വരും. വിച്ച് മീൻസ് 4 × നേരത്തെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ്, അതായത് 4 × ക്യാപിറ്റൽ R എന്നുള്ളതായിരിക്കും വാല്യൂ വരും. ക്ലിയർ ആയില്ലേ? ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് ഈ ക്യാപിറ്റൽ R എന്നുള്ളതിന് പകരം ഒരു വാല്യൂ തന്നിട്ട് ചോദിക്കാം. അപ്പൊ ഇതേപോലെ അത് കണ്ടുപിടിച്ചാൽ മതി. Next question, which of the following according to KCL must be 0? Kirchhoff's current law ബേസ് ചെയ്തുകൊണ്ട് ഇതിൽ ഏതാണ് 0 ആയിരിക്കുക? ഓപ്ഷൻസ് നോക്കാം. ആൾജിബ്രിക് സം ഓഫ് കറന്റ്സ് ഇൻ ക്ലോസ് ലൂപ്പ്, ആൾജിബ്രിക് സം ഓഫ് പവർ ഇൻ ക്ലോസ് ലൂപ്പ്, ആൾജിബ്രിക് സം ഓഫ് കറന്റ്സ് എൻറ്ററിംഗ് ആൻഡ് ലീവിംഗ് എ ജംഗ്ഷൻ, ആൾജിബ്രിക് സം ഓഫ് വോൾട്ടേജ് അക്രോസ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്. അപ്പൊ എന്താണ്? ആൾജിബ്രിക് സം ഓഫ് കറന്റ് എൻറ്ററിംഗ് ആൻഡ് ലീവിംഗ് എ ജംഗ്ഷൻ ആണ് നമ്മൾ എന്ത് KCL പ്രകാരം 0 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഏതായിരിക്കും ഇതിൽ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, Kirchhoff's law are valid for linear circuits only, non-linear circuits only, neither linear nor non-linear circuits, both linear and non-linear circuits. അപ്പൊ linear circuits നും non-linear circuits നും എല്ലാം Kirchhoff's law valid ആണ്. So correct answer option D. Next one, the direction of magnetic lines of force are options from North Pole to South Pole, from South Pole to North Pole, no specific direction, from one end of magnet to other end. Magnetic lines of force ന്റെ direction എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് ആയിരിക്കും അല്ലെ.
So option A is the correct answer. Next one, find the coupling coefficient if the mutual inductance is 20 Henry, the inductance of first coil is 2 Henry and inductance of second coil is 8 Henry. കപ്ലിംഗ് കോഎഫിഷ്യന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ വാല്യൂ ഓരോ ഇൻഡക്ടൻസിന്റെ അതായത് സെൽഫ് ഇൻഡക്ടൻസ് L1ന്റെയും L2ന്റെയും വാല്യൂ ഓരോ കോയിലിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ കപ്ലിംഗ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാണ് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ K is equal to m by root of L1 L2. K എന്ന് പറയുന്നത് കപ്ലിംഗ് കോഎഫിഷ്യന്റ്, m എന്ന് പറയുന്ന മ്യൂച്വൽ ഇൻഡക്ടൻസ്, L1 ഉം L2 ഓരോ കോയിലിന്റെയും സെൽഫ് ഇൻഡക്ടൻസും ആണ് വരുന്നത്. സോ m എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 into 8 വരും. സ്ക്വയർ റൂട്ട് ഓഫ് 16 4 വരും. 20 by 4 നമുക്ക് 5 കിട്ടും. മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. ഓപ്ഷൻ എ 5 is the correct answer. നെക്സ്റ്റ് വൺ, ദ യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ല. ഓർത്ത് വെക്കുക, ഇതുപോലുള്ള കുറെ പാരാമീറ്റേഴ്സിന്റെ യൂണിറ്റ്സ് ഉണ്ടാവും, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ. Next one, the average value of sinusoidal current over a half cycle in terms of maximum value. അപ്പോൾ മാക്സിമം വാല്യൂ IM ന്റെ ടേംസിൽ നമുക്ക് ആവറേജ് വാല്യൂ എങ്ങനെയാണ് പറയുക? അപ്പൊ I ആവറേജ് എന്ന് പറയുന്നത് 2IM by pi ആണ് വരുന്നത്. ഓക്കെ, 2IM by pi ആണ്. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 2 by pi എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ വാല്യൂ നമുക്ക് 0.637 വരും. അപ്പൊ 0.637 into IM എന്നുള്ളതായിരിക്കും വാല്യൂ. ഓപ്ഷൻ എ is the correct answer. Next question, the length of a phasor represents option magnitude of the quantity, direction of the quantity, neither magnitude nor direction, either magnitude or direction. അതായത് നമ്മൾ ഫേസർ റെപ്രസെന്റേഷനിൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് അത് ഇപ്പൊ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് റിലേറ്റ്, ഇപ്പൊ വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇതിന്റെ മാക്സിമം വാല്യൂ ആയിട്ടാണ് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് magnitude of the quantity ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Okay, so from the options, option A, we can go for option A. Next one, in a series RLC circuit, the phase difference between the voltage across a capacitor and voltage across a resistor. അപ്പോൾ സീരീസ് RLC സർക്യൂട്ടില് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കറണ്ടുമായിട്ട് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും. അതായത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ലാഗ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി. ഓക്കെ, ഇനി വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എങ്ങനെയായിരിക്കും? അത് അതിന്റെ കറണ്ടുമായിട്ട് ഇൻ ഫേസിലായിരിക്കും. അപ്പൊ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ ആൻഡ് വോൾട്ടേജ് അക്രോസ് എ റെസിസ്റ്റർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 90 ഡിഗ്രീസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 volt is equal to 1 joule, 1 coulomb per joule, 1 joule per coulomb, 1 coulomb. അപ്പൊ ഇവിടെ വോൾട്ട് എന്നുള്ളത് നമ്മൾ ഏതൊക്കെ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്? എനർജിയും അതേപോലെ തന്നെ ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളുംബ്, അതേപോലെ എനർജി കൺസെപ്ഷൻ ആണ് നമ്മൾ ജൂളിൽ പറയാം. അപ്പൊ 1 വോൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ് ആസ് 1 ജൂൾ ഓഫ് എനർജി കൺസെപ്ഷൻ പെർ 1 കൂളുംബ് ഇലക്ട്രിക് ചാർജ് എന്നാണ് പറയാം. അപ്പൊ 1 വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ജൂൾ പെർ കൂളുംബ് ആണ് വരിക. So option C is the correct answer. Next one, when a voltage is applied across RL series circuit so that R is equal to XL, the phase angle will be. അപ്പോ നമ്മള് RL സർക്യൂട്ട് ആണ്, RL സീരീസ് സർക്യൂട്ട് ആണ്, R is equal to XL ആണെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ലാഗ് ചെയ്തിട്ടായിരിക്കും അല്ലേ വരിക? 45 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും വരിക. സോ 45 ഡിഗ്രി ലാഗ് ആണ് വരുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും വരിക. Next one, the resistance of a wire of uniform diameter D and length L is R. The resistance of another wire of same material but diameter 2D and length 4L will be. നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെ? റെസിസ്റ്റൻസ് R സിഗ്നൽ റോയൽ ബൈ A വെച്ചിട്ട് സെയിം മെത്തേഡിൽ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വയറിന്റെ ഡയമീറ്റർ D എടുക്കാം. അപ്പൊ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്നുള്ളതിൽ ആറിന് D by 2, ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈ D സ്ക്വയർ ബൈ 4 എന്ന് വരും. ലെങ്ത് L ആണ്. അപ്പൊ ഫസ്റ്റ് റെസിസ്റ്റൻസ് R1 എന്ന് പറഞ്ഞാൽ റോ L ബൈ A1 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് അതും സെയിം മെറ്റീരിയൽ ആണ്. അപ്പൊ റെസിസ്റ്റിവിറ്റി മാറുന്നില്ല. സെക്കൻഡ് വയറിന്റെ ഡയമീറ്റർ നമുക്ക് 2D എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? A2 എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നേരത്തെ നമ്മൾ A1 എന്നാണ് കൊടുത്തത്. അപ്പൊ A2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു പൈ 2D ബൈ 2 സ്ക്വയർ വരും. അതായത് 4 പൈ D സ്ക്വയർ ബൈ 4 വരും. അതായത് 4A1 എന്ന് വരും. ലെങ്ത് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? 4L ആണ് അല്ലെ? ലെങ്ത്തും കൂടിയിട്ടുണ്ട്, 4L ആണ്.
അപ്പൊ രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ R2 is equal to rho 4L by 4A1 എന്ന് വരും. അതായത് L by A1 എന്ന് വരും, which is equal to capital R. R തന്നെയായിരിക്കും വരിക. ചേഞ്ച് ഇല്ല. സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. കുറച്ച് ഒരു കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് സെയിം ആയിട്ട് തന്നെ വരും. Next one is 60 watt and 40 watt bulb both mean for operation at 220 volt are connected in series to a 220 volt supply. The power consumed by them will be. അത് ഒരു അഗെയിൻ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു 60 വാട്ടും 40 വാട്ട് ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് ഫോർ എൻ 220 വോൾട്ട് ആണ് ലൈക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ട്. അപ്പോൾ പവർ കൺസ്യൂംഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞേണ്ട ഇക്വേഷൻ P is equal to V square by R നമുക്കറിയാം. അത് വെച്ചിട്ട് R is equal to V square by P. അപ്പൊ നമ്മൾ ഈ ഓരോ ബൾബ് കണക്ട് ചെയ്തില്ല, ഇതിന്റെ റെസിസ്റ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. R1 is equal to V square by P1, R2 is equal to V square by P2. 220 square by 200 വരും, അടുത്ത 220 square by 100 വരും. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. അതായത് R1 കിട്ടും, R2 കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ R1 plus R2 ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ 726 ohm എന്ന് വരും. ഇനി പവർ കൺസ്യൂംഡ് എങ്ങനെ കണ്ടുപിടിക്കും? P is equal to V square by R. Again V square 220 square by divided by ഈ പുതിയ R റെസിസ്റ്റൻസിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് വാല്യൂ കിട്ടും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next, if the number of turns of a coil is increased to 2 times its inductance. Number of turns of coil increase ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസിന് എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് അത് M is equal to mu 0 N1 N2 A by എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ നോക്കൂ. N1 ഉം N2 നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ ആണ് 2 മടങ്ങായിട്ട് വർദ്ധിക്കുന്നത്. അപ്പോ ഇൻഡക്റ്റൻസ് എന്തായിരിക്കും? 4 മടങ്ങായിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇൻക്രീസ്ഡ് 4 times എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ. Next, an alternating voltage is given by V is equal to 25 sin 157t. The frequency of alternating voltage. അപ്പൊ നോക്കൂ, V is equal നമ്മൾ A sin omega t എന്ന് പറയുമ്പോൾ ഈ ഒമേഗ എന്ന് പറയുന്ന ഈ ഫ്രീക്വൻസി അല്ലെ, ഒമേഗ is equal to 2πf നമുക്കറിയാം അല്ലെ, ആംഗുലർ ഫ്രീക്വൻസി. അപ്പൊ ഒമേഗ is equal to 2πf. നമുക്ക് എഫ് ഹേർട്സിലാണ് ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ F is equal to omega by 2π 157 by 2π വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും നിയർലി 25 ഹേർട്സ് ആയിട്ടായിരിക്കും കിട്ടുക. സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ദ ഫോം ഫാക്ടർ ഓഫ് സ്ക്വയർ വേവ്. അത് നമ്മൾ പഠിച്ചു വെക്കുക. സ്ക്വയർ വേവിന്റെ ഫോം ഫാക്ടർ 1 ആയിരിക്കും. Next, 350 ohm resistors are connected in star across 400 volt 3-phase supply. If one of the resistors is disconnected, then line current will be. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര ടഫായിട്ട് തോന്നുന്നത് എങ്ങനെ ചെയ്യാന്നൊക്കെ തോന്നും അല്ലെ. സി 50 ohm resistors, 3 50 ohm resistors സ്റ്റാർ കണക്ഷനിൽ കണക്റ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അക്രോസ് 3-phase സപ്ലൈ തന്നിട്ട് 400 volt ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു റെസിസ്റ്റർ ഡിസ്കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ലൈൻ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സി, ഒരു റെസിസ്റ്റർ അവിടെ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 റെസിസ്റ്റേഴ്സും ശരിക്കും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത പോലെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ അവിടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ലൈൻ കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് is equal to V by R ചെയ്താൽ മതി. 400 divided by 250 ohm സീരീസ്. അപ്പൊ എത്ര വരും? 100. 400 by 100 4. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അതിന് ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് എന്നൊക്കെ നമ്മളിത് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇവിടെ ആ ഒരൊറ്റ കാര്യം, അതായത് ഒരു റെസിസ്റ്റർ ഡിസ്കണക്ട് ചെയ്തു എന്ന് പറയുന്നതോടുകൂടി ആ ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിൾ ആയി. സോ കറക്റ്റ് ആൻസർ 4 ആംപിയർ. Next one, which of the following is correct representation of average value in an AC circuit? AC സർക്യൂട്ടിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. RMS വാല്യൂ ബൈ ഫോം ഫാക്ടർ ആണ്. കൺഫ്യൂഷൻ വേണ്ട. RMS വാല്യൂ ബൈ ഫോം ഫാക്ടർ. And the last question, how many electrons will constitute 2 coulombs of electric charge? അപ്പോ 2 coulombs of electric charge ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 coulombs of electric charge എന്ന് പറയുമ്പോൾ അതായത് 1 coulomb of charge എന്ന് പറഞ്ഞ് കൺസിസ്റ്റ് ഓഫ് എത്രയാണ്? 6.24 into 10⁻18 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ 2 coulombs ആവുമ്പോൾ into 2 വരും. 12.48 into 10⁻18 ഇലക്ട്രോൺസ് ആണ് വരിക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. താങ്ക് യു.